വന്ദേ മാതരം പാടണോ പാടണ്ടയോ? അല്ല, പാടാൻ അറിയോ? വന്ദേ മാതരം എന്ന് പറയാൻ മാത്രമേ അറിയൂ. ബാക്കി എന്താ? 2 വരിയൊക്കെ ഒപ്പിക്കാം. അല്ല, കേന്ദ്രം പറഞ്ഞാൽ പിന്നെ മുഴുവനും വേണ്ടേ? ആർക്കും ഒരു നിശ്ചയവും ഇല്ല. ഇനി മുഖ്യമന്ത്രിയായി കസേര വലിച്ചിട്ടിരുന്ന സമയം മുതൽ ഉള്ള വള്ളിക്കേസുകളെല്ലാം പോരാത്തതിന് ഇടയ്ക്കിടയ്ക്ക് എവിടുന്നെങ്കിലും പിടിച്ചോണ്ട് വരും. സതീശൻ മാത്രമല്ല, യു-ടേൺ സർക്കാർ, UDF സർക്കാർ മുഴുവനായിട്ട്. ഈ സ്റ്റോറി തുടങ്ങുന്നത് മെയ് 18-നാണ്. VD സതീശൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. രാവിലെ 10:00 ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വേദിയിലേക്ക് വന്നു. വന്ദേ മാതരം ആലപിച്ചാണ് ചടങ്ങ് തുടങ്ങിയത്. പക്ഷേ വെറും 2 വരി മാത്രമായിരുന്നില്ല. കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയിൽ വന്ദേ മാതരത്തിന്റെ 6 സ്റ്റാൻസുകളും പൂർണ്ണമായിട്ട് ആലപിച്ചു. ഗംഭീരം തന്നെ, സമ്മതിക്കണം. കാണാതെയാണോ ആലപിച്ചത്? അല്ല, എന്നിട്ട് ഇപ്പൊ എന്താ ഈ സർക്കാരിനൊരു മലക്കം മറിച്ചില്? കേന്ദ്രം പോലും പറഞ്ഞില്ല മുഴുവനും ആലപിക്കാൻ. തടസ്സപ്പെടുത്തരുത്, നിന്ദിക്കരുത് എന്നൊക്കെ അല്ലേ പറഞ്ഞത്? മംഗളം TV ഓപ്പൺ ടോക്കിലൂടെ നമുക്ക് ഓപ്പൺ ആയിട്ട് തന്നെ ചോദിക്കാം, പാടണോ വേണ്ടയോ? VD സതീശൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം മുഴുവനായിട്ട് ആലപിച്ച് 11 ദിവസം കഴിഞ്ഞപ്പോൾ ഒരസ്വസ്ഥത. 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം വന്നപ്പോൾ കാര്യം ആകെ അങ്ങോട്ട് മാറി. പോലീസ് ബാൻഡ് വായിച്ചത് വെറും ആദ്യ 2 ഈരടികൾ മാത്രം. ബാക്കി അങ്ങോട്ട് വേണ്ടെന്ന് വെച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പൂർണ്ണ രൂപം ചൊല്ലുന്ന കാര്യം തങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് പിന്നീട് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. അതായത് സ്വന്തം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എന്ത് പാടുന്നു എന്ന് പോലും അറിയാതെ ഇരുന്ന മുഖ്യൻ. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഗവർണർ ആർലേക്കർക്ക് ഇത് ഇഷ്ടപ്പെടുമോ? ഇല്ല, സ്വാഭാവികം. മുഖ്യമന്ത്രിയാണെങ്കിൽ ഇത് നിയമപരമായി നിർബന്ധമല്ല എന്ന പഴയ ആ ഒരു ന്യായീകരണം എടുത്തിട്ടു. പാർലമെന്റ് പാസാക്കിയ ഒരു നിയമവും 6 സ്റ്റാൻസും പാടണം എന്ന് നിർബന്ധിക്കുന്നില്ല. ഫെബ്രുവരിയിലെ ഒരു മാർഗനിർദ്ദേശം മാത്രമാണ്. നിയമമല്ല എന്നൊക്കെ പറഞ്ഞ് വീണെടുത്ത് കിടന്നങ്ങ് ഉരുണ്ടു. ശരി, ഒന്നാമത്തെ ടെസ്റ്റ് കഴിഞ്ഞു. ഇനി രണ്ടാമതായിട്ട് വരുന്നു. ഓഗസ്റ്റ് ആയപ്പോൾ അതേ സർക്കാരിന്റെ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി ടിങ്കു ബിസ്വാളിന് ഒരു കത്തയക്കുന്നു. ഹർഘർ തിരങ്ക ക്യാമ്പയിന്റെ ഭാഗമായി നടക്കുന്ന എല്ലാ ചടങ്ങുകളിലും വന്ദേ മാതരം പൂർണ്ണമായിട്ട് പാടിയിരിക്കണം എന്ന്. അതായത് നിയമസഭയിൽ നിർബന്ധമല്ല എന്ന് പറഞ്ഞ അതേ കാര്യം ഇന്ന് 3 മാസത്തിനുള്ളിൽ നിർബന്ധിത നിർദ്ദേശമായിട്ട് തിരിച്ചു വരികയാണ്. ഇരട്ടത്താപ്പ് തന്നെ. പാടണോ വേണ്ടേ? പാടിക്കോ. 3 മാസത്തിനുള്ളിൽ 3 തവണയാണ് ഈ മാറ്റിപ്പറച്ചില്. അതായത് സംഭവം ഇനിയാണ് കൂടുതൽ രസകരമാകുന്നത്. ഈ കത്ത് വിവാദമായപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ ഒരു ബ്രില്യന്റ് വിശദീകരണമായിട്ട് വന്നു. ലോക്ഭവന്റെ നിർദ്ദേശപ്രകാരമാണ് ഇതെന്ന്. അതായത് ഗവർണറുടെ ഓഫീസ് പറഞ്ഞതാണ്, ചീഫ് സെക്രട്ടറി അത് താഴോട്ട് കൈമാറി മാത്രമേ വന്നിട്ടുള്ളൂ എന്ന്. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ ഈ ഒരു കാര്യം, അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. ചെറിയ പ്രശ്നമാണ് കേട്ടോ. ഈ പറഞ്ഞതൊന്നും സത്യമല്ല, പച്ചക്കള്ളമാണ്. യഥാർത്ഥ കത്തിൽ ലോക്ഭവന്റെ പേര് പോലും എവിടെയും പരാമർശിക്കുന്നില്ല. ജൂലൈ 14-ാം തീയതി കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം അയച്ച കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെന്ന് ചീഫ് സെക്രട്ടറി തന്നെ കത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ലോക്ഭവനിൽ നിന്നുള്ള ഒരു നിർദ്ദേശവുമല്ല ഇത്. അപ്പോൾ പിന്നെ കേന്ദ്രം ഒന്നും അടിച്ചേൽപ്പിക്കാതെ സ്വന്തം സർക്കാരിന്റെ ചീഫ് സെക്രട്ടറി എഴുതിയ കത്തിന്റെ ഉത്തരവാദിത്വം എന്തിനാണ് ലോക്ഭവന്റെ തലയിലേക്ക് വെച്ച് കെട്ടിക്കൊടുത്തത്? വാട്ട് എ ഡ്രമാറ്റിക് സർക്കാർ. ഇതോടെ സർക്കാരിനുള്ളിൽ തന്നെ പരസ്യ പോരു തുടങ്ങി. തദ്ദേശ മന്ത്രി K മുരളീധരൻ വന്ന് പറഞ്ഞു, വന്ദേ മാതരം പൂർണ്ണമായി പാടില്ല. പാടണ്ട ആര് പറഞ്ഞു പാടാൻ? പഴയ പ്രോട്ടോകോള് തന്നെ തുടരും. ആയിക്കോട്ടെ, ആദ്യ 2 ഖണ്ഡിക മാത്രം എന്ന്. ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങിലും അതുപോലെ തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും മാത്രമേ കേന്ദ്ര പ്രോട്ടോകോൾ പിന്തുടരൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അല്ലപ്പാ, ഇതിലെന്താണ് ഇപ്പൊ ഇത്ര വ്യത്യാസം? ഇനി KM ഷാജി ആകട്ടെ ചീഫ് സെക്രട്ടറിയുടെ കത്തിന്മേൽ തുടർ നടപടി വേണ്ട എന്ന് വകുപ്പിന് നിർദ്ദേശം കൊടുത്തു. P രാജീവ് ഇതിനെ കാവ്യവൽക്കരണം എന്ന് വിളിച്ചു. ശരിക്കും കേന്ദ്രമല്ല, കേരളത്തിനാണ് ഈ ഒരു കാവ്യവൽക്കരണം ഉള്ളത്. ആശയക്കുഴപ്പം തീർക്കാൻ വേണ്ടിയിട്ട് തദ്ദേശ വകുപ്പ് ഡയറക്ടർ കളക്ടർമാരുടെ യോഗം വിളിക്കേണ്ടി വന്നു. സ്വന്തം സർക്കാരിന്റെ ചീഫ് സെക്രട്ടറി ഇറക്കിയ കത്തിനെ ആ സർക്കാരിലെ തന്നെ മന്ത്രിമാർ പരസ്യമായിട്ട് എതിർക്കുന്ന അതിസുന്ദരമായ ഒരു കാഴ്ചയായിരുന്നു.
ഇപ്പോൾ ആരാണ് ശരിക്കും ഭരിക്കുന്നത്? വി.ഡി. സതീശൻ. മന്ത്രി ആയപ്പോൾ ഉള്ള ഒരു ആവേശം ഒന്ന് ഓർത്തു നോക്കിക്കേ. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഇനി ശരിക്കുള്ള നിയമം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ജൂലൈ അവസാനം കേന്ദ്ര സർക്കാർ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ നിയമം ഭേദഗതി ചെയ്തു. 1971 ആ പഴയ നിയമത്തിൽ ദേശീയ ഗാനത്തിന് തുല്യമായ പദവി ദേശീയ ഗീതമായ വന്ദേ മാതരത്തിനും കൊടുത്തു. അതായത് വന്ദേ മാതരത്തെ അപമാനിച്ചാലും ആലാപനം മനഃപൂർവ്വമായി തടസ്സപ്പെടുത്തിയാലും ഇനി ക്രിമിനൽ കുറ്റമാണ്. പക്ഷേ ശ്രദ്ധിക്കണം, ഈ നിയമ ഭേദഗതിയിൽ എവിടെയും 6 സ്റ്റാൻസും നിർബന്ധമായി പാടണം എന്ന് പറയുന്നില്ല. അപമാനിക്കരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പാടിയില്ലെങ്കിൽ ശിക്ഷ എന്നോ മൗനമായി നിന്നാൽ പ്രശ്നമാണ് എന്നോ ഒന്നും തന്നെ ഈ നിയമത്തിലില്ല. അപ്പോൾ പിന്നെ ചീഫ് സെക്രട്ടറി ഈ നിയമ ഭേദഗതിയെയും കൂട്ടിക്കുഴിച്ച് പൂർണ്ണരൂപം നിർബന്ധമാക്കാൻ നോക്കിയത് എന്തിനാ? ഈ വിഷയം എന്തുകൊണ്ട് ഇത്ര സെൻസിറ്റീവ് ആണ് എന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ടായിരിക്കും. അതിന് നമുക്ക് ഈ ഒരു ചരിത്രം കൂടി ഒന്ന് കേൾക്കേണ്ടി വരും. 1870-കളിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ആനന്ദമഠ് നോവലിലെ പ്രസിദ്ധീകരിച്ച ഗാനമാണ് ഈ വന്ദേ മാതരം. 1996 ടാഗോറാണ് ഇതാദ്യമായി ചിട്ടപ്പെടുത്തി ആലപിച്ചത്. 6 ശ്ലോകങ്ങളിൽ ആദ്യ 2 ഒഴികെയുള്ളവയിൽ മാതൃരാജ്യത്തെ ദുർഗ, ലക്ഷ്മി പോലെയുള്ള ഹൈന്ദവ ദേവതാ സങ്കല്പങ്ങളുമായി ബന്ധപ്പെടുത്തുന്നു എന്ന ആശങ്ക സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ മുസ്ലിം നേതാക്കൾ ഉന്നയിച്ചിരുന്നു. 1937 കൊൽക്കത്തയിൽ ഇതേ വിഷയത്തിൽ കോൺഗ്രസിനുള്ളിൽ തർക്കമുണ്ടായപ്പോൾ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ടാഗോറിന്റെ അഭിപ്രായം തേടി ചെന്നു. പ്രകൃതി സൗന്ദര്യം മാത്രം പറയുന്ന മതപരമായ പരാമർശം കുറവുള്ള ആദ്യ 2 ശ്ലോകങ്ങൾ മാത്രം ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നായിരുന്നു ടാഗോറിന്റെ നിർദ്ദേശം. 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ ഈ പദവി ഔദ്യോഗികമായി അംഗീകരിച്ചപ്പോൾ ദേശീയ ഗീതം എന്ന നിലയിൽ അംഗീകരിക്കപ്പെട്ടതും ഈ 2 ശ്ലോകങ്ങൾ മാത്രമാണ്. അതായത് 90 വർഷങ്ങൾക്ക് മുമ്പ് തീർപ്പായ ഒരു കാര്യമാണ് ഇപ്പോൾ കിടന്ന് ഇങ്ങനെ പുകയുന്നത്. നമ്മുടെ നാട്ടിൽ പിന്നെ വേറെ വിഷയങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലല്ലോ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അയൽ സംസ്ഥാനത്തേക്കൊന്ന് നോക്കാം, അല്ലെങ്കിൽ എനിക്കൊരു മനസ്സുഖം കിട്ടത്തില്ല. തമിഴ്നാട്ടിൽ നമ്മുടെ വിജയുടെ പാർട്ടി അണ്ണായി വണക്കം അണ്ണായി ഈ കേന്ദ്ര നിർദ്ദേശത്തിനെതിരെ എല്ലാ ഔദ്യോഗിക പരിപാടികളിലും തമിഴ് തായ് വാഴ്ത്ത് ഔദ്യോഗികമായി ആലപിക്കണം എന്ന് നിയമസഭയിൽ പ്രത്യേക പ്രമേയം കൊണ്ടുവന്നു. അതങ്ങോട്ട് അംഗീകരിച്ചു. ആദ്യം തമിഴ് തായ് വാഴ്ത്ത്, പിന്നെ മതി എന്തും. അതായത് അവർക്കൊരു നിലപാടുണ്ട്. ഇനി നമുക്ക് ഉത്തർപ്രദേശിലേക്ക് പോകാം. യോഗി ആദിത്യനാഥ്. ദേശീയ ഗാനത്തെയും വന്ദേ മാതരത്തെയും ആദരിക്കാത്തവർക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ അവകാശമില്ല. കുഴപ്പമില്ല, അതൊരു ഉറച്ച നിലപാടാണ്. പക്ഷെ കേരളത്തിന്റെ കാര്യത്തിൽ മാത്രം ഒരു നിലപാടും ഉറച്ചു നിൽക്കുന്നില്ല. ഇന്നൊന്ന്, നാളെ വേറൊന്ന്, മറ്റന്നാൾ വീണ്ടും ആദ്യത്തേത്. ഈ ഗതിയാണ്. സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ ഈ ഒരു പാറ്റേൺ ആവർത്തിക്കുന്നത് നമുക്ക് കാണാം. PM ശ്രീ പദ്ധതിയിലെ നിലപാട് മാറ്റം, മദ്യവിരുദ്ധ നിലപാടിലെ U-ടേൺ, ടാറ്റ ഗ്രൂപ്പിന്റെ വിഷയം, വിഴിഞ്ഞം, ഹെലികോപ്റ്റർ വിവാദം, വാഹന മോഡിഫിക്കേഷൻ, പ്രിയദർശിനി സൗജന്യ യാത്ര, അതിനകത്ത് ഇനിയും നിലപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വെറും 3 മാസം എന്തൊക്കെ നിലപാടുകളാണ്. ചുരുക്കി പറഞ്ഞാൽ വന്ദേ മാതരം പാടണോ വേണ്ടയോ, മുഴുവൻ വേണോ 2 വരി മതിയോ എന്നതിലല്ല പ്രശ്നം. ഒരു സർക്കാർ ഒരു കാര്യത്തിൽ സ്ഥിരമായ ഒരു നിലപാടെടുക്കാൻ പറ്റാതെ സ്വന്തം ചീഫ് സെക്രട്ടറി എഴുതിയ കത്തിന് പോലും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ധൈര്യമില്ലാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടിയുലയുകയാണ് ഫ്രണ്ട്സ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതൊരു ബോധപൂർവമായിട്ടുള്ള രാഷ്ട്രീയ കളിയാണോ? പേടിക്കണ്ട, ഇത് മംഗളം TV ഓപ്പൺ ടോക്കാണ്. നിങ്ങൾക്കിവിടെ ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട.